വന്ധ്യതാ ചികിത്സയിൽ പേഷ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രധാന സംശയങ്ങളിൽ ഒന്നാണ് IUIയും IVFും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, IVF അല്ലെങ്കിൽ ICSI എന്ന് പറയുന്നത് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. IUI എന്ന് പറയുന്നത് പുരുഷന്റെ സെമൻ കഴുകി അത് നമ്മളൊരു ചെറിയ കത്തീഡ്രലിൽ കൂടെ യൂട്രസിന്റെ ഉള്ളിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ IUI എന്ന് പറയുന്നത്. ICSI അഥവാ IVF എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ സ്ത്രീയുടെ അണ്ടം വെളിയിലെടുക്കുന്നു, പുരുഷന്റെ സെമൻ അതിലെ ഓരോ ബീജങ്ങളും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ശേഷം ആ ബീജവും അണ്ടവും തമ്മിൽ നമ്മൾ ലാബിൽ ഒരുമിപ്പിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. ICSIയിൽ ഭ്രൂണം നമ്മൾ ഉണ്ടാക്കി നമ്മളത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. IUIയിൽ ഭ്രൂണം ഉണ്ടാക്കുന്നില്ല. IUIയിൽ നമ്മൾ ജസ്റ്റ് സെമൻ ഇഞ്ചെക്ട് ചെയ്ത് യൂട്രസിനകത്തോട്ട് ഇടുക എന്നുള്ള കാര്യമേ ഉള്ളൂ. അവിടെ അണ്ടം ഡെവലപ്പ് ചെയ്യേണ്ടത്, അണ്ടം പൊട്ടേണ്ടത്, ട്യൂബിൽ അത് സംയോജിക്കേണ്ടത്, ഇതെല്ലാം നാച്ചുറലിയാണ് നടക്കേണ്ടത്. അതുകൊണ്ടാണ് IVF പലപ്പോഴും ഒരു ചെലവേറിയ ചികിത്സയാവുന്നത്. IVF കാരണം നമ്മൾ ഈ അണ്ടത്തെയും ബീജത്തെയും നമ്മൾ സംയോജിപ്പിച്ച് അത് നമ്മൾ പ്രത്യേക മീഡിയയിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഗർഭാശയത്തിലൂടെ നിക്ഷേപിക്കുന്നത് ICSI. ഇവിടെ IUIയും IVFും തമ്മിലുള്ള വേറൊരു പ്രധാന വ്യത്യാസം IUIയുടെ വിജയ ശതമാനവും ICSIയുടെ വിജയ ശതമാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. IUI ചെയ്യുന്ന പേഷ്യൻസിൽ 25-നും 30-നും ഇടയ്ക്ക് വയസ്സുള്ളവർക്ക് IUIയുടെ വിജയ ശതമാനം എന്ന് പറയുന്നത് 12 മുതൽ 15% വരെയാണ്. അത് 30 മുതൽ 35 ആകുമ്പം ആ വിജയ ശതമാനം 8 മുതൽ 10% വരെയാവും. 35-നും 40-നും ഇടയ്ക്കാവുമ്പോൾ അത് 1 മുതൽ 8% വരെയാവും. 40 വയസ്സിന് താഴെയാകുമ്പോൾ അതിൻ്റെ വിജയ ശതമാനം 1% മുതൽ 4% വരെയാണ്. പക്ഷേ IVF അതേസമയം നമ്മൾ 25-നും 30-നും വയസ്സിടയ്ക്കുള്ള സ്ത്രീക്ക് ചെയ്യുകയാണെങ്കിൽ വിജയ ശതമാനം 55-നും 80% ഇടയ്ക്കാണ്. 30-നും 35-നും വയസ്സിടയ്ക്കുള്ള സ്ത്രീക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിജയ ശതമാനം 50 മുതൽ 70% വരെയാണ്. അതേസമയത്ത് IVFിൻ്റെ വിജയ ശതമാനത്തിലോട്ട് വരുമ്പോൾ അത് 25-നും 30-നും വയസ്സിടയ്ക്കുള്ള സ്ത്രീക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 55 മുതൽ 85% വരെ വിജയ ശതമാനവും, 30-നും 35 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ വിജയ ശതമാനം 45-നും 65-നും ഇടയ്ക്ക് ഉള്ള വിജയ ശതമാനവും, 35-നും 40-നും വയസ്സിടയ്ക്കുള്ള സ്ത്രീകൾക്കാണ് ചെയ്യുന്നതെങ്കിൽ അത് 35 മുതൽ 50% വരെയാണ് നമ്മൾ കാണുന്നത്. 45 വയസ്സിന് മേളിലുള്ള സ്ത്രീകൾക്കാണ് നമ്മൾ IVFിലോട്ട് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ വിജയ ശതമാനം ഒരു 40-നും 50-നും ഇടയ്ക്ക് നിൽക്കും. അപ്പോൾ IVF എന്തുകൊണ്ടാണ് ഇത്രയും വിജയകരമാവുന്നത്? IVF വിജയകരമാവുന്നതിൻ്റെ പ്രധാന കാര്യം നമ്മൾ ഈ അണ്ടവും ബീജവും നമ്മൾ വെളിയിലെടുത്ത് സംയോജിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർക്കും ലാബിലുള്ള സ്റ്റാഫിനും ഡോക്ടർക്കും എംബ്രിയോളജിസ്റ്റിനും നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് IVF കൂടുതൽ വിജയകരമാവുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, IUI എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബിൻ്റെ ഫംഗ്ഷൻ നോർമലായിരിക്കണം, ഓവറിയുടെ ഫംഗ്ഷൻ ഒരു പരിധിവരെയെങ്കിലും നോർമലായിരിക്കണം, ഹസ്ബൻഡിൻ്റെ സെമൻ്റെ ഫംഗ്ഷൻ ഒരു പരിധിവരെയെങ്കിലും നോർമലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നോർമലായിരിക്കണം. IVFിൻ്റെ കാര്യത്തിൽ പുരുഷൻ്റെ ബീജത്തിൻ്റെ അളവ് തീരെ കുറവാണെങ്കിൽ പോലും നമുക്ക് അവരുടേതായ ഒരു കുഞ്ഞിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സ്ത്രീകളുടെ അണ്ടത്തിൻ്റെ പ്രവർത്തനവും കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ തന്നെ കുഞ്ഞിനെ നമുക്ക് എടുക്കാൻ സാധിക്കും. യൂട്രസിൻ്റെ ട്യൂബിൻ്റെ ആവശ്യം IVFിനില്ല. യൂട്രസിൻ്റെ പ്രവർത്തനവും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ നമുക്കത് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ടാണ് IVFിൻ്റെ വിജയ ശതമാനം കൂടുന്നതും IVF ഒരു ചെലവേറിയ ചികിത്സ ആവുന്നതും.